ഹായ്, ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു DIY വൈറ്റമിൻ സി സിറമാണ്. അപ്പം ഒരുപാട് പേര് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് പേര് യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സിറമാണ് ഈ വൈറ്റമിൻ സി സിറം. കാരണം അതിന് അതുപോലെ ഗുണങ്ങളാണുള്ളത്. അപ്പം നമ്മുടെ മുഖത്ത് ഇതുപോലെ പിഗ്മെൻറ്റേഷൻ എന്ന് വെച്ചാൽ മുഖത്ത് അവിടെ എവിടെയൊക്കെ കറുത്ത പാടുകൾ വരിക, അല്ലെങ്കിൽ കുരു പോയിട്ടുള്ള പാടുകൾ, അതുപോലെ സൺ ടാൻ മാറാനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റാണ് വൈറ്റമിൻ സി സിറം. ഒരുപാട് സ്കിൻ ട്രീറ്റ്മെൻറ്റുകളിൽ അല്ലെങ്കിൽ ഒരുപാട് സ്കിൻ ബ്രൈറ്റനിങ് പ്രൊഡക്റ്റുകളിൽ ഇപ്പോൾ ഉള്ളൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ സി ആണ്. അതിൻ്റെ മെയിൻ കാരണം ഞാൻ ഈ പറഞ്ഞതാണ്. ഇതൊരു ബ്രൈറ്റനിങ്, നമ്മുടെ മുഖത്തിനൊരു തിളക്കം കിട്ടാൻ അല്ലെങ്കിൽ ഒരു ഗ്ലോ കിട്ടാൻ ഈ ഒരു വൈറ്റമിൻ സി സിറം കൊണ്ട് പറ്റും. ഒരുപാട് ബ്രാൻഡുകൾ, മിനിമലിസ്റ്റ്, HerbtoniQ അതുപോലുള്ള ഒത്തിരി ബ്രാൻഡുകൾ വൈറ്റമിൻ സി സിറം അതുപോലെ വൈറ്റമിൻ സി പൗഡറൊക്കെ ഇറക്കും. എന്തിനാണ് ഈ ബുദ്ധിമുട്ട് ഈ DIY സിറം ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വൈറ്റമിൻ സി എന്ന് പറഞ്ഞ ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആണ്. ഈ ഇറക്കുന്ന പ്രൊഡക്റ്റുകളെല്ലാം തന്നെ ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ നമ്മളൊരു റൊട്ടീൻ ആയിട്ട് ഇത് ചെയ്തില്ലെങ്കിൽ ഈ ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് ഇത് പെട്ടെന്ന് ചീത്തയായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സ്കിൻ കെയർ റൊട്ടീൻ ഇല്ലാത്തവർ എന്ന് വെച്ചാൽ നമ്മൾ സ്കിൻ കെയർ പതിവായി ചെയ്യാത്തവരാണെങ്കിൽ ഇങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു ഗുണവുമില്ല. കാരണം നമ്മൾ ഒരു ദിവസം യൂസ് ചെയ്ത് അടുത്ത 2 മാസം കഴിഞ്ഞിട്ട് അടുത്ത ഡ്രോപ്പ് യൂസ് ചെയ്യുക, അതുകൊണ്ട് ഒരു ഗുണവുമില്ല. അപ്പോൾ റൊട്ടീനായിട്ട് സ്കിൻ കെയർ ഫോളോ ചെയ്യുന്നവർക്ക് മാത്രമേ ഈ വൈറ്റമിൻ സി സിറം സ്റ്റോറിൽ നിന്നൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ യൂസ്ഫുൾ ആയിട്ടുള്ളൂ. അപ്പം നമുക്ക് അങ്ങനൊരു റൊട്ടീൻ ഫോം ചെയ്യാനും ഈ ഒരു DIY സിറം കൊണ്ട് നമുക്ക് പറ്റും. അപ്പോൾ ഈ ഒരു DIY സിറം ഉണ്ടാക്കിയിട്ട് നമ്മൾ റെഗുലറായിട്ട് അത് യൂസ് ചെയ്ത് നമ്മുടെ സ്കിൻ അതിനോട് അഡ്ജസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ അത് അങ്ങനെ ഒരു റൊട്ടീൻ ഫോം ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റോറിൽ നിന്നുള്ളത് പിന്നെ ട്രൈ ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല, വൈറ്റമിൻ സി ഇൻഗ്രീഡിയൻസ് വൈറ്റമിൻ സി ഒക്കെ വരുന്നത് ഏകദേശം ഇങ്ങനെ ഒരു ബോട്ടിലിനകത്തൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ഇത് സൺലൈറ്റുമായിട്ട് എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ ഇത് ഓക്സിഡൈസ് ആയപ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ കളറൊക്കെ വ്യത്യാസപ്പെടുക ഒക്കെ വരും. കളർ വ്യത്യാസപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗുണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മൾ എന്തിനാണോ ആ സാധനം വാങ്ങിക്കുന്നത് അതിൻ്റെ ഗുണം അവിടെ ഇല്ല, ഇതിൻ്റെ കളർ വ്യത്യാസം വന്നു കഴിഞ്ഞു. അതുപോലെയാണ് ഒത്തിരി ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. മിനിമലിസ്റ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിന് ഒത്തിരി ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഗ്ലൂട്ടാത്തയോൺ പോലെ, നിയാസിനമൈഡ് പോലുള്ള ഒത്തിരി, അസൈലിക് ആസിഡ് പോലുള്ള ഒത്തിരി ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് കൊടുക്കുന്നുണ്ട് പിഗ്മെൻറ്റേഷനും ബ്രൈറ്റനിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു റൊട്ടീനായിട്ട് സ്കിൻ കെയർ ചെയ്യാത്തവർ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ചീത്തയായി പോകും. ബാക്കി മോയ്സ്ചറൈസർ, സൺസ്ക്രീന് ഒന്നും പോലെയല്ല, ഇത് പെട്ടെന്ന് ചീത്തയായി പോകും. അത് മാത്രമല്ല, ഞാൻ ഒത്തിരി കമൻസ് കണ്ടിട്ടുണ്ട് ഇതുപോലെ ഒരുപാട് ബ്രാൻഡ്സിൻ്റെ വൈറ്റമിൻ സി സിറം വാങ്ങിയിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു കളർ വ്യത്യാസം തോന്നിയിട്ട് 2-3 ബോട്ടിലൊക്കെ കളയേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ ഈ DIY ട്രൈ ചെയ്യാവുന്നതാണ്. ഈ ഒരു വൈറ്റമിൻ സി സിറം നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടും അതുപോലെ തന്നെ നമുക്ക് തന്നെ കടയിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് തന്നെ ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലുള്ള ഇതിനകത്തിൽ നിന്നൊക്കെ നമുക്ക് വൈറ്റമിൻ സി പൗഡർ കിട്ടും. അങ്ങനെയും യൂസ് ചെയ്യും. അതിനൊക്കെ മുന്നേ നമ്മൾ ഇങ്ങനെ ഈ ഒരു നാച്ചുറൽ ആയിട്ടുള്ള വൈറ്റമിൻ സി സിറം തന്നെ യൂസ് ചെയ്ത് നോക്കുന്നതാണ് നല്ലത്. അതിൽ നിന്നൊരു റൊട്ടീൻ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു സ്കിൻ കെയർ അതൊരു പതിവായി ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെയുള്ള പൗഡറിലോട്ട് പോവുക. പിന്നെ മിനിമലിസ്റ്റ് പോലുള്ള ബ്രാൻഡുകൾ അല്ലെങ്കിൽ HerbtoniQ അങ്ങനെയല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡിൽ നിന്നുള്ള വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി ഈ ഒരു വൈറ്റമിൻ സി സിറം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. അതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എന്നിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. ഈ ഒരു സിറം ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഓറഞ്ച് പീൽ പൗഡർ, അലോവേറ ജെൽ, റോസ് വാട്ടർ, ഗ്ലിസറിൻ, അങ്ങനെ. അപ്പം ഇതിൽ എൻ്റെ ഈ അലോവേറ ജെല്ലിനകത്തിൽ വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്, അതുപോലെ വൈറ്റമിൻ സിയും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് വൈറ്റമിൻ ഇ ചേർക്കുന്നില്ല. ഈ വൈറ്റമിൻ ഇ എന്ന് പറഞ്ഞാൽ ഒരു പ്രിസർവേറ്റീവ് പോലും കൂടെ ആഡ് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഇ പ്രത്യേകം ആഡ് ചെയ്യുക. അങ്ങനെ ഉണ്ടെങ്കിൽ കുറച്ച് നാളും കൂടെ ഈ ഒരു സിറം ഇരിക്കും, എന്ന് വെച്ചാൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ നമ്മളിവിടെ എടുക്കുന്ന ഓറഞ്ച് പീൽ പൗഡർ 1 ടീസ്പൂൺ, അതുപോലെ തന്നെ അലോവേറ ജെല്ലും 1 ടീസ്പൂൺ, റോസ് വാട്ടർ 2 തൊട്ട് 4 ടീസ്പൂൺ വരെ, ഗ്ലിസറിന് ഇതുപോലെ തന്നെ നമുക്ക് സിറം കൺസിസ്റ്റൻസിയിൽ കിട്ടുന്ന അത്രയും. ഗ്ലിസറിൻ ഞാനൊരു 1 ടീസ്പൂൺ തന്നെ യൂസ് ചെയ്യുന്നുള്ളൂ. റോസ് വാട്ടറാണ് ഞാനൊരു സിറം അനുസരിച്ച് കിട്ടാൻ വേണ്ടി കുറച്ചധികം ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്ലിസറിൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മുഖത്ത് ഒരു മോയ്സ്ചറൈസർ ആണ്. എന്ന് വെച്ചാൽ ഒത്തിരി ഡ്രൈ ആയിട്ടുള്ള സ്കിന്നൊക്കെ മോയ്സ്ചറൈസർ ചെയ്ത് വെക്കാൻ നല്ലതാണ് ഈ ഒരു ഗ്ലിസറിൻ. അതുപോലെ തന്നെ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന ഓറഞ്ച് പീൽ പൗഡർ എന്ന് പറഞ്ഞാൽ HerbtoniQൻ്റെ ആണ്. അപ്പോൾ നമ്മൾ ഇത് ഒത്തിരി
DIY ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു ബ്രാൻഡാണ് ഈ ഹെർപ്ടോണിക് എന്ന് പറഞ്ഞാൽ. കാരണം ഇവർക്ക് ഒത്തിരി പ്രൊഡക്ട്സ് ഉണ്ട്. സാൻഡൽവുഡ് പൗഡർ ഉണ്ട്, അങ്ങനെ ഒത്തിരി ഹെയർ കെയറിനാണെങ്കിൽ ഷിക്കക്കായി, അതുപോലെ റീത്ത, അങ്ങനെയുള്ള പൗഡേഴ്സൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ എനിക്കിതിൻ്റെ കൂടെ അവർ സാൻഡൽവുഡ് പൗഡർ, മുൾട്ടാണി മിട്ടി, കേലിൻ ക്ലേ, അങ്ങനെയൊക്കെ ഒത്തിരി അതുപോലുള്ള സ്കിൻ കെയർ ആയിട്ട് ചെയ്യാനുള്ള പൗഡേഴ്സൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഇവിടെ ഓറഞ്ച് പീൽ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു വൈറ്റമിൻ സി സിറം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ സൺലൈറ്റുമായിട്ട് ഭയങ്കര സെൻസിറ്റീവ് ആവും. മസ്റ്റായിട്ട് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്തിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു ശീലമില്ലാത്തവരാണെങ്കിലും കൂടി ഈ ഒരു സിറം യൂസ് ചെയ്യുമ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്തേ പറ്റൂ. അപ്പോൾ നമ്മൾ ഓറഞ്ച് പീൽ അല്ലെങ്കിൽ നാരങ്ങയൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിൻ സൺലൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണെന്ന് പറയത്തില്ലേ, അതുപോലെ തന്നെയാണ് ഈ ഒരു വൈറ്റമിൻ സി സിറവും. അപ്പോൾ നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇത് CTM റൊട്ടീൻ എന്താണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ്. അപ്പം അത് ഒന്ന് ക്ലെൻസിങ് ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകുക, അതിന് ശേഷം ടോണർ ഉപയോഗിക്കുക, അതിന് ശേഷം മോയ്സ്ചറൈസർ ഉപയോഗിക്കുക. അപ്പോൾ അതിന് ശേഷം അല്ലെങ്കിൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതിന് മുന്നേ ആണ് നമ്മൾ സിറം യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊരു നാച്ചുറൽ സിറമായിട്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്നിടവിട്ട് യൂസ് ചെയ്യാം. അതല്ല നമ്മൾ ഇതിന് പകരം അസ്കോർബിക് പൗഡർ അല്ലെങ്കിൽ വൈറ്റമിൻ സിയുടെ പൗഡർ വാങ്ങിച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്നിടവിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മുടെ സ്കിന്ന് അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇച്ചിരി സമയം വേണം. അതൊരു സമയം കിട്ടാൻ വേണ്ടി നമ്മൾ ഒന്നിടവിട്ട് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നൈറ്റ് ടൈമിൽ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ നമുക്ക് ഡേ ടൈമിലോ അല്ലെങ്കിൽ നൈറ്റ് ടൈമിലോ യൂസ് ചെയ്യാം. എന്നാലും നൈറ്റ് ടൈമിൽ യൂസ് ചെയ്ത് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇനി ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ വൈറ്റമിൻ ഇയും കൂടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം വൈറ്റമിൻ ഇ, വൈറ്റമിൻ സിയെ സ്റ്റെബിലൈസ് ചെയ്ത് വയ്ക്കുക. എന്ന് വെച്ചാൽ പെട്ടെന്ന് ചീത്തയാവാൻ സമ്മതിക്കത്തില്ല ഈ വൈറ്റമിൻ സിയെ. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഗുണങ്ങൾ പെട്ടെന്ന് പോകാനും ഈ വൈറ്റമിൻ സി സമ്മതിക്കില്ല. അപ്പോൾ അത് രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷനാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ഒരു കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ നമുക്കിതിന് മുന്നേ നമ്മുടെ സ്കിന്നിൽ സൂര്യപ്രകാശം കൊണ്ടുണ്ടായ കുഴപ്പങ്ങളൊക്കെ, ഇപ്പോൾ സൺ ടാൻ അതുപോലുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടാനും, അതുപോലെ നമ്മുടെ സ്കിന്നിൽ അവിടെ എവിടെയൊക്കെ ഡാർക്ക് സ്പോട്ട്സ്, അതുപോലെ തന്നെ അൺഈവൻ സ്കിൻ ടോണായിട്ട്, എന്ന് വെച്ചാൽ മുഖത്തിലെല്ലാം ഓരോ സ്ഥലത്ത് ഓരോ കളറുകളിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ അതൊക്കെ മാറിക്കിട്ടാൻ, അതുപോലെ പിഗ്മെൻറ്റേഷൻ ഒക്കെയുള്ള പ്രശ്നങ്ങൾ, അതുപോലെ ആക്നി സ്പോട്ട്സ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള എല്ലാ ചുളിവുകളൊക്കെ പെട്ടെന്ന് വരാതിരിക്കാനും ഈ ഒരു സിറം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കടകളിൽ നിന്ന് വാങ്ങുന്ന മിനിമലിസ്റ്റിൻ്റെ മാത്രമല്ല ഓർഡിനറിക്കാണ് ഈ ഒരു പൗഡർ, അസ്കോർബിക് പൗഡർ ഉള്ളത്. അപ്പോൾ ആ ഒരു പൗഡറൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ പൗഡർ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യും, ഡയറക്റ്റ് യൂസ് ചെയ്യും, അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോറുകളിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ മിക്കതും പെർസെൻറ്റേജ് സ്പെസിഫൈ ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ മിനിമം 5%, ഏറ്റവും താഴെ 5% എന്ന് വേണം തുടങ്ങാനായിട്ട്. അപ്പോൾ ഏറ്റവും ആദ്യം 20%, 10% അങ്ങനെയൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. 5% എന്ന് വേണം തുടങ്ങാനായിട്ട്. അതുമായിട്ട് നമ്മുടെ സ്കിൻ അഡ്ജസ്റ്റായി അതുമായിട്ടൊരു പ്രശ്നമില്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ പെർസെൻറ്റേജ് കൂട്ടാൻ പാടുള്ളൂ. മിക്ക ബ്രാൻഡുകളും പെർസെൻറ്റേജ് സ്പെസിഫൈ ചെയ്യാറില്ല. നമ്മൾ പെർസെൻറ്റേജ് അറിഞ്ഞിരിക്കണം. നമ്മുടെ സ്കിന്നിൽ എന്ത് പോകുന്നു, എന്താണ് ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. വൈറ്റമിൻ സി സിറത്തിനകത്തില്ല കളറ്, ഫ്രാഗ്രൻസ് ഒക്കെ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്കറിയത്തില്ല ഈ ഒരു കളർ മാറിയാലും അല്ലെങ്കിൽ ഇതിൻ്റെ ഗുണം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അറിയുന്നില്ല. അല്ലെങ്കിൽ കളർ ഫെയ്ഡ് ആകുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഗുണം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതിന് യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഉള്ള ബ്രാൻഡുകളെന്ന് പറഞ്ഞാൽ അതിൽ കളറ്, ഫ്രാഗ്രൻസ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഗുണം നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും അറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് വൈറ്റമിൻ സി സിറം നാച്ചുറലായിട്ട് അല്ലെങ്കിൽ നമ്മൾ തന്നെ ചെയ്ത് എടുക്കുന്നതായിരിക്കും ഇച്ചിരി എഫക്റ്റീവായിട്ടുള്ളത്. അതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ മിനിമലിസ്റ്റ് അല്ലെങ്കിൽ ഓർഡിനറി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് ട്രൈ ചെയ്യാം. 5% എന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. 8% ഒക്കെ ആകുമ്പോഴാണ് അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടിത്തുടങ്ങുക. ഒരു മാക്സിമം എഫക്റ്റ് കിട്ടണമെങ്കിൽ 8% ആണ്. 20% ആണ് അതിൻ്റെ മാക്സിമം. അവിടെ വരെയൊക്കെ പോകത്തില്ല. കാരണം അവിടെ വരെ പോയി കഴിഞ്ഞാൽ 20% ഒക്കെ ആയിക്കഴിഞ്ഞാൽ സ്കിന്നിൽ ചെറിയ ചെറിയ ഇറിറ്റേഷൻസ് ഒക്കെ വരും. അപ്പം അത്രയും വരെയൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പം ഞാൻ ഈ ചെയ്ത വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. അപ്പം ഇനി നിങ്ങളിത് യൂസ് ചെയ്തിട്ടുണ്ടോ, നിങ്ങളുടെ അനുഭവം എന്താണെന്ന് എന്നോട് പറയുക. അപ്പം അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. താങ്ക് യു.